നമുക്ക് ആരംഭിക്കാം. സഹനോവിമത്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാധീതമസ്തു നമുക്ക് 89 എടുക്കല്ലേ അധ്യായം? അതെ സാർ. ദശമസ്കന്ധം അധ്യായം 89. ശ്രീശുക ഉവാച ഫലസ്യ രാജന്നഷയപത്രമാഫലാം വിതർക്കഫമഭൂത് തേഷാം ദൃഷ്വധീശേഷു ഗോ മഹാൻ. സരസ്വത്യാഹ തടേ, സരസ്വതിയുടെ തീരത്ത് ഹേ രാജൻ, അല്ലയോ രാജാവേ, ഋഷയ ഋഷിമാർ, ഫത്രം ആഫത, ഫത്രം അനുഷ്ഠിച്ചു, ചെയ്തു, ആഫത ചെയ്തു. സരസ്വതിയുടെ തീരത്ത് ഋഷിമാർ ഫത്രം ചെയ്തു. ആ ഫത്രത്തിന്റെ ഇടവേളയിൽ വെച്ച് പല വിചാരങ്ങളും ചിന്തകളും ഒക്കെ അവിടെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ വിചാരത്തിൽ വിതർക്ക സമഭൂത് തേഷാം, തേഷാം അവരുടെ ഇടയിൽ വിതർക്ക സമഭൂത്, ഒരു വിതർക്കമുണ്ടായി, ഒരു വാദമുണ്ടായി. വിതർക്ക സമഭൂത് തേഷാം, എന്താണ് വാദം? ത്രിഷു അധീതേഷു കോ മഹാൻ. അധീതേഷു ത്രിഷു, അധീശന്മാരായ, അധീശേഷു ത്രിഷു, ലോകത്തിന്റെ അധീശന്മാരായ ത്രിമൂർത്തികളിൽ വെച്ച് കോ മഹാൻ, ആർക്കാണ് മഹത്വം കൂടുതലുള്ളത്? ഇതാണ് തർക്കം. സരസ്വതിയുടെ തീരത്ത് വെച്ച് ഫത്വം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹർഷിമാർക്ക് തമ്മിൽ ഒരു വാദം ഉണ്ടായി. അധീശേഷു ത്രിഷു, അധീശന്മാരായ മൂന്ന് പേരിൽ വെച്ച് കോ മഹാൻ, ആരാണ് മഹാനായത്, ആരാണ് എന്ന് ഒരു സംശയം ഉണ്ടായി. ഒരു കൂട്ടം ആൾക്കാർ ബ്രഹ്മാവാണ് ഏറ്റവും മഹാൻ പറഞ്ഞു, അല്ല മറ്റൊരു കൂട്ടർ വിഷ്ണുവാണെന്ന് പറഞ്ഞു, അല്ല വേറൊരു കൂട്ടർ ശിവനാണെന്നും പറഞ്ഞു. ഇങ്ങനെ മൂന്ന് കൂട്ടർ തമ്മിൽ ഒരു നല്ല വാദപ്രതിവാദം അവിടെ വെച്ചിട്ടുണ്ടായി. പരഫത്യാസ്തേ രാജൻ ക്ഷയപത്രമാഫലാം വിതർക്കഫമഭൂത് തേഷാം ദൃഷ്വധീരേ അധീശേഷു ഗോ മഹാൻ. പരഫത്യാസ്തേ രാജന് ഋഷയപത്രമാഫലാ വിതർക്കഫമഭൂത് തേഷാം ദൃഷ്വധീശേഷു ഗോ മഹാൻ. തസ്യ ജിജ്ഞാസയാ ദേവ ഭൃഗും ബ്രഹ്മസുതം നൃപാം തജ്ഞപ്തി പ്രേഷയാമാഫുസ്വഭ്യഗാം. തസ്യ ജിജ്ഞാസയാ, അതിന്റെ ജിജ്ഞാസയ്ക്ക് വേണ്ടി, ജിജ്ഞാസ ജ്ഞാതിവിച്ഛയാണ്, അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. ജിജ്ഞാസയാ, ജിജ്ഞാസയ്ക്ക് വേണ്ടി, തേ അവർ, വൈ തീർച്ചയായിട്ടും, ബ്രഹ്മസുതം ഭൃഗും ബ്രഹ്മാവിന്റെ പുത്രനായ ഭൃഗു മഹർഷിയെ, ഹേ നൃപ, അല്ലയോ രാജാവേ, തജ്ഞപ്തി അതറിയുന്നതിനായി കൊണ്ട്, തത് ജ്ഞപ്തി ചതുർത്ഥിയാണ്, അറിയുന്നതിനായി കൊണ്ട്, പ്രേഷയാമാഫു പറഞ്ഞയച്ചു. അപ്പൊ ഇതെങ്ങനെ അറിയാൻ പറ്റും? പോയി പരീക്ഷിച്ചറിയുക തന്നെ, അല്ല വേറെ വഴിയില്ല. ഓരോരുത്തരുടെ ഗുണഗണങ്ങൾ എഴുതി വെച്ച് വാദപ്രതിവാദം നടത്തിക്കൊണ്ട് മാത്രം കാര്യമായില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ സഭയിൽ 3 പേരുടെ അടുക്കൽ പോയി 3 പേരുടെയും മഹത്വം എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞ് പരീക്ഷിച്ചു വരണം. അതിനവരെല്ലാം കൂടെ ബ്രഹ്മാവിന്റെ പുത്രനായ ഭൃഗു മഹർഷിയെ പറഞ്ഞയച്ചു. സ്വഭ്യഗാത് ബ്രഹ്മണ സ്വഭാം, ആ ഭൃഗു മഹർഷി അഭ്യഗാത് എത്തി
ബ്രഹ്മണ സഭ, ബ്രഹ്മാവിന്റെ സഭയിലെത്തി ആദ്യം. തസ്യ ജിജ്ഞാസയാ ദേവൈ ഭൃഗും ബ്രഹ്മസുതം നൃവാം തജ്ഞപ്തി പ്രേഷയാമാസു സോഭ്യഗാത് ബ്രഹ്മണ സ്വഭാം. തസ്യ ജിജ്ഞാസയാ ദേവൈ ഭൃഗും ബ്രഹ്മസുതം നൃവാം തജ്ഞപ്തി പ്രേഷയാമാസു സോഭ്യഗാത് ബ്രഹ്മണ സ്വഭാം. തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാം തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സ്വേനതേജസാം. തസ്മൈ പ്രഹ്വണം, പ്രഹ്വണം നമസ്കാരം. തസ്മൈ അവനായിക്കൊണ്ട് പ്രഹ്വണം സ്തോത്രം ന ചക്രേ, നമസ്കരിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചെയ്തില്ല, സ്തുതിച്ചില്ല നമ്മൾ. ബ്രഹ്മാവിന്റെ പുത്രനാണ് ഭൃഗു. എഴുതിച്ചേരുമ്പോൾ അച്ഛനെ കണ്ടെന്ന് വണങ്ങി ഒരു സ്തുതി ചെയ്യേണ്ടതാണ്, അത് ചെയ്തില്ല. പ്രഹ്വണം സ്തോത്രം ന ചക്രേ. എന്തുകൊണ്ടാണ്? സത്വപരീക്ഷയാം. ഇപ്പൊ താൻ വന്നത് സത്വഗുണത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യാതെ കണ്ട് ഇദ്ദേഹത്തിന്റെ സത്വഗുണം എന്തുമാത്രം ഉണ്ട് എന്നറിയണം. സ്തുതിച്ച് പ്രീതിപ്പെടുത്തി നല്ലവനാണെന്ന് അറിയുന്നതിനേക്കാൾ ഭേദം നമസ്കരിക്കാതെ സ്തുതിക്കാതെ ഇദ്ദേഹത്തിന്റെ പ്രതികരണം അറിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഭൃഗുമഹർഷി ബുദ്ധിമാനായിട്ട് നമസ്കരിക്കുകയും ചെയ്തില്ല, സ്തുതിക്കുകയും ചെയ്തില്ല. ഇത് കണ്ടപ്പോൾ തസ്മൈ അവനായിക്കൊണ്ട് ചുക്രോധ, കോപിച്ചു. ഭഗവാൻ ബ്രഹ്മഭഗവാൻ പ്രജ്വലൻ സ്വേന തേജസ, സ്വന്തം തേജസ് കൊണ്ട് ജ്വലിക്കുന്നവനായിട്ട് അവനോട് കോപിച്ചു. അപ്പം ഇവിടുത്തെ പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം സത്വഗുണം വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്നാണ്. ഒരാൾ സത്വഗുണത്തിന് ഉടമസ്ഥൻ, ഒരാൾ രജോ ഗുണത്തിന്റെ, ഒരാൾ തമോ ഗുണത്തിന്റെ. പക്ഷെ എല്ലാവരിലും എല്ലാം ഉണ്ട് തന്നെ. വിഷ്ണുവിൽ 3 ഗുണമുണ്ട്, ശിവനിൽ 3ഉണ്ട്, ബ്രഹ്മാവിന് 3ഉണ്ട്. അതിൽ ആർക്കാണ് സത്വഗുണത്തിന്റെ അഭിവൃദ്ധി കൂടുതലുള്ളത്? ഇത് ആർക്കാണ് വ്യക്തമായി കാണാൻ പറ്റുന്നത്? അവനാണ് മഹാൻ. ഇതാണ് ഇവരുടെ പരീക്ഷയുടെ മാനദണ്ഡം. അപ്പൊ പ്രതികൂലമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ പോലും അന്ധകരണത്തെ ക്ഷോഭിക്കാതെ ശാന്തനായിരിക്കാൻ ആർക്കഴിയുമോ അതാണ് സത്വാഭിവൃദ്ധിയുടെ കാരണം എന്ന് തിരിച്ചറിയണം. കോപിക്കേണ്ട അവസരവും സാഹചര്യവും സന്ദർഭവും ഉണ്ടായിട്ടും ആര് കോപിക്കാതിരിക്കുന്നു? ഇതാണ് ഇവിടുത്തെ പരീക്ഷയുടെ പ്രധാനപ്പെട്ട വിജയം. ഇങ്ങനെയുള്ള മഹാത്മ്യം ആർക്കാണോ ഉള്ളത് എന്ന് വേണ്ടി പരീക്ഷിക്കാനാണ് ഭൃഗുമഹർഷി ബ്രഹ്മസന്നിധി എത്തിയത്. അതുകൊണ്ടാണ് സ്തുതിച്ചില്ല, നമസ്കരിച്ചില്ല. ഇത് കാണുമ്പോൾ ക്ഷോഭിക്കുമെന്നറിയാം. അപ്പൊ ക്ഷോഭിക്കാനുള്ള കാരണങ്ങൾ ചുറ്റുമുണ്ടായിട്ടും ആര് ക്ഷോഭിക്കുന്നില്ലയോ അവനാണ് മഹാൻ, അവനാണ് ധീരൻ. കാളിദാസൻ പറയും, വികാരഹേതോ സതി വിക്രിയന്തേ യേഷാം ന തേജാംസി സയേവ ധീര. വികാരഹേതോ സതി വിക്രിയന്തേ. വികാരത്തിന് കാരണമുണ്ടായിരിക്കെ ആരാണോ വികാരപ്പെടാതിരിക്കുന്നത് സയേവ ധീര, അവനാണ് ധീരൻ. ഇതാണ് സത്വപരീക്ഷയുടെ മാനദണ്ഡം. കോപിക്കേണ്ടതും ദേഷ്യപ്പെടേണ്ടതുമായ അവസരങ്ങൾ ചുറ്റും ധാരാളം വന്നുകൂടിയിരുന്നിട്ടും ആരാണോ ക്ഷോഭിക്കാതിരിക്കുന്നത്, ഇത് അവസരങ്ങളൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? ക്ഷോഭിക്കാം. അപ്പൊ ക്ഷോഭിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഭൃഗു. എന്ത് ചെയ്തു? നമസ്കരിച്ചില്ല, സ്തുതിച്ചില്ല, വെറുതെ കയറിയ മുമ്പിൽ ചെന്നു. അപ്പൊ പെട്ടെന്ന് ബ്രഹ്മാവ് ഉജ്ജ്വലമായി കോപിച്ചു. അങ്ങനെ കോപിക്കേണ്ട അവസരം ഉണ്ടായിട്ടും കോപിക്കുന്നില്ലെങ്കിൽ അവനാണ് സത്വഗുണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്ത് ചെയ്തു? ബ്രഹ്മാവ് കോപിച്ചു. തസ്മൈ പ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാം
തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രദ്യുലൻ സ്വേന തേജസാം തസ്മൈ ബ്രഹ്മണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയാം തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രദ്യുലൻ സ്വേന തേജസാം സ ആത്മന്യുത്ഥിതം മന്യും ആത്മജായാത്മനാ പ്രഭോ ആത്മനാ പ്രഭോ അശീശമന്യഥാവന്യം സ്വയോന്യം വാരിണാത്മഭൂ സ ആത്മനി ഉത്ഥിതം മഞ്ഞു. ആ ബ്രഹ്മാവ് ആത്മനി തന്റെ ഉള്ളിൽ ഉദ്ധിതം ഉണ്ടായി വന്ന മഞ്ഞും കോപത്തെ ആത്മജായ ആത്മനാ പ്രഭു ആത്മജായ പുത്രന് നേർക്ക് ആത്മനാ തന്റെ ആത്മാവ് കൊണ്ട് തന്റെ ബുദ്ധി കൊണ്ട് പുത്രന്റെ നേർക്ക് തന്റെ മനസ്സിലുണ്ടായ കോപത്തെ ആത്മഭൂവും പ്രഭുവുമായ ബ്രഹ്മാവ് ബുദ്ധി കൊണ്ട് ശമിപ്പിച്ചു എന്നാണ്. ഏതുപോലെയാണ്? അശീശമത് യഥാ വന്യം. അശീശമത് ശമിപ്പിച്ചു എന്നാണ്. വീണ്ടും വീണ്ടും ശമിപ്പിച്ചു. പുനഃപുനര അതിശയനവാ ശമയതേതി അശീശമത് എന്ന പ്രയോഗത്തിന് അശീഷ എവിടെയാണ്? പല പ്രാവശ്യം പാടുപെട്ടാണ് ശമിപ്പിച്ചത്. അടക്കി നിർത്തണമെങ്കിൽ ഇത്തിരി പാടുപെട്ടു. അശീശമൻ യഥ എങ്ങനെയാണ്? വന്യം സ്വയോന്യ വാരിണാത്മഭൂ. വന്യെ വാരിണ വെള്ളം കൊണ്ട് ശമിപ്പിക്കുന്ന പോലെ. വന്യ ഉണ്ടായത് എവിടെ നിന്നാൽ? വന്യയിൽ നിന്നാണ് എന്തുണ്ടായത്? വെള്ളമുണ്ടായത്. അതുകൊണ്ട് അഗ്നിയിൽ നിന്നുണ്ടായ വെള്ളം ആ വെള്ളം കൊണ്ട് അഗ്നിയെ കെടുത്തുന്നത് പോലെയാണ് ബ്രഹ്മാവ് ശമിപ്പിച്ചത്. തന്നിൽ നിന്നുണ്ടായ കോപത്തെ താൻ തന്നെ ശമിപ്പിക്കണം. അല്ലാതെ വേറെ വരിക. ഒരാൾ കോപിച്ചാൽ ആ കോപത്തെ ഇല്ലാതാക്കി ശമിപ്പിച്ച് ശാന്തമാക്കേണ്ടത് അയാളുടെ ജോലിയാണ്. അതിനൊരു ഉപമ പറഞ്ഞതാണ്. അഗ്നിയിൽ നിന്നാണല്ലോ വെള്ളം ഉണ്ടാകുന്നത്. അഗ്നിയിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. അതുകൊണ്ടാണ് നീരാവിയായിട്ട് വെള്ളമായി നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നത്. അഗ്നിയിൽ വെള്ളം. അപ്പൊ അഗ്നിയെ ശമിപ്പിക്കാൻ അഗ്നിയിൽ നിന്നും ഉണ്ടായ വെള്ളത്തെ പറ്റും. അതേപോലെയാണ് അവിടെ തന്റെ കോപത്തെ ആത്മനി ഉത്ഥിതം മഞ്ഞു. തന്നിൽ നിന്നുമുണ്ടായ കോപത്തെ ആത്മനാ തന്റെ ബുദ്ധി കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? താൻ ശമിപ്പിക്കണം. ആത്മനി ഉത്ഥിതം മഞ്ഞു ആത്മജായ ആത്മനാ പ്രഭു അശീശമ യഥാ വന്യം സ്വയോന്യ വാരിണ ആത്മഭൂ. അപ്പൊ അഗ്നിയും ജലവും തമ്മിലുള്ള ബന്ധത്തെ എത്ര കാലം മുമ്പ് അഗ്നിയിൽ നിന്നുണ്ടായി വന്നതാണ് വെള്ളമെന്നും അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചാൽ അഗ്നി കെടാൻ പറ്റുന്നതെന്നും ശമിപ്പിക്കാൻ പറ്റുന്നതും ഒക്കെയുള്ള ശാസ്ത്ര സത്യങ്ങൾ എത്ര കാലം മുമ്പ് ഇവരൊക്കെ വ്യാസൻ അറിഞ്ഞ് പഠിച്ച് ബോധ്യപ്പെട്ടു വെച്ചിരിക്കുക. സ്വ ആത്മന്യുത്ഥിതം മഞ്ഞും ആത്മജായാത്മനാ പ്രഭു അശീശമന്യഥാവന്യം സ്വയോന്യാ വാരിണാത്മഭൂം. സ്വ ആത്മന്യുത്ഥിതം മഞ്ഞും ആത്മജായാത്മനാ പ്രഭു അശീശമന്യഥാവന്യം സ്വയോന്യാ വാരിണാത്മഭൂ. തത കൈലാസമഗമൻ സ്വതം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ധായ പ്രാതരം യഥാ. തതഃ അനന്തരം കൈലാസത്തിലേക്ക് പോയി. സഹ അവൻ സഹ ദേവ ആ ദേവൻ മഹീശ്വര സദേവ മഹീശ്വരനായ ദേവൻ തം അവനെ ഭൃഗുവിനെ പരിരബ്ധും സമാരേഭേ ആലിംഗനം ചെയ്യാൻ ആരംഭിച്ചു. പരിരബ്ധും പരിരംഭണം ചെയ്യുന്നതിനു വേണ്ടി ആലിംഗനം ചെയ്യുന്നതിനു വേണ്ടി സമാരേഭേ ആരംഭിച്ചു. ഉദ്ധായ എഴുന്നേറ്റിട്ട് ഭ്രാതരം യഥ ഒരു സഹോദരനെ ആലിംഗനം ചെയ്യുന്ന അത്ര സ്നേഹത്തിന്റെ അഭിവൃദ്ധിയോടെ ഓടി വന്ന്
ആലിംഗനം ചെയ്തു. ഭൃഗുവിനെ കണ്ടപ്പോൾ, ബ്രഹ്മാവിന്റെ പുത്രനായ ഭൃഗുവിനെ കണ്ടപ്പോൾ സഹോദരനിർവിശേഷമായ സ്നേഹമുണ്ട്, പുത്രനിർവിശേഷമായ സ്നേഹമുണ്ട്. ഓടിയെത്തി. അങ്ങനെയാണല്ലോ, ഇഷ്ടപ്പെട്ട ആളിനെ കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? രണ്ട് കൈയും അടുത്തേക്ക് ചേർത്ത് ഒന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിക്കും. ഇന്നത്തെ ഒരു പുതിയ സമ്പ്രദായമാണ് ഇതൊക്കെ എന്നെങ്കിൽ ഭാഗവതം അന്ന് അത് ഉണ്ടാവാം എന്ന് തീർത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. തത കൈലാസമഗവൻ പദം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ഉദ്ധായ പ്രാതരം യഥാം. തത കൈലാസമഗവൻ പദം ദേവോ മഹേശ്വര പരിരബ്ധും സമാരേഭേ ഉദ്ധായ പ്രാതരം യഥാം. നൈച്ഛത്വമഫ്യുത്പഥക ഇതി ദേവശ്ചുകോപഹാം ശൂലമുദ്യമ്യതം ഹന്തും ആരേഭേ തിത്മലോചന. ന ഇച്ഛത് ത്വം അഫി ഉത്പഥക ഇതി. ഉത്പഥകൻ വഴിതെറ്റി നടക്കുന്നവൻ. ന ഇച്ഛത് ആഗ്രഹിച്ചില്ല, ത്വം അഫി ഉത്പഥക. ത്വം ഉത്പഥക അഫി ഇതി നൈച്ഛത്. ആലിംഗനം ചെയ്യാൻ അടുത്തേക്ക് ചെന്ന് രണ്ട് കൈ കൊണ്ട് മാറോട് ചേർക്കാൻ തുടങ്ങിയപ്പോൾ ഭൃഗു മഹർഷി ശിവനെ ഒരു കൈ കൊണ്ട് തടഞ്ഞ് മാറ്റി നിർത്തി. കാരണം എന്താണ്? നീ വഴിവിട്ട് നടക്കുന്നവനാണ്, നിന്റെ ദേഹത്ത് തൊഴാൻ പറ്റില്ല. എന്താണ്? ചുടലഭസ്മം ദേഹം മുഴുവൻ ചൂടി നടക്കുന്നവനാണ്, ശ്മശാനത്തിലാണ്. പിന്നെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നതോ അസ്ഥിമാലകളാണ്. ഇങ്ങനെ സജ്ജനങ്ങളുടെ സമ്പ്രദായം തെറ്റി നടക്കുന്നവനായ നീ എന്നെ ആലിംഗനം ചെയ്യണ്ട. ഞാൻ ഇതിനെ ആഗ്രഹിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം ദേഹത്തെ അസ്ഥിമാല എന്റെ ദേഹത്ത് മുട്ടും എന്നല്ല, ചിതാഭസ്മം മുഴുവൻ എന്റെ ദേഹത്ത് വന്നു വരളും. ഇതിക്കുള്ള എന്റെ ശരീരം മലിനമാവാൻ വേറൊന്നുമില്ല. നൈച്ഛത് ത്വം അഫി ഉത്പഥക ഇതി. ത്വം ഉത്പഥക ഇതി ന ഇച്ഛത്. നീ വഴിതെറ്റി നടക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതി ദേവഹ ചുക്കോപഹ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പരമശിവൻ അവനോട് ദേഷ്യപ്പെട്ടു, കോപിച്ചു. ക്ഷിപ്രകോപിയായ പരമശിവന് പെട്ടെന്ന് ദേഷ്യം. ശൂലമുദ്യമ്യതം ഹന്തും. ശൂലം ഉയർത്തിപ്പിടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി ആരംഭിച്ചു. ശൂലം ഉദ്യമ്യതം ഹന്തും ആരേഭേ തിക്നലോചന. ആരേഭേ ആരംഭിച്ചു. തിക്നലോചനായ ഭഗവാൻ. തിക്നം തീക്ഷ്ണമായ, ചുവന്നു തൊടുത്ത കോപം കൊണ്ട് പറയ്ക്കുന്ന കണ്ണുകളോട് കൂടിയവനായ തിക്മലോചനായ ഭഗവാൻ ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ ആരംഭിച്ചു. നൈച്ഛത്വമഫ്യുത്പഥകാം ഇത് ദേവശ്ചുകോപഹാം ശൂലമുദ്യമ്യതം ഹന്തും ആരേഭേ തിക്മലോചനാം. നൈച്ഛത്വമഫ്യുത്പഥക ഇതി ദേവശ്ചുകോപഹാം ശൂലമുദ്യമ്യതം ഹന്തും ആരേഭേ തിക്മലോചനാം. പതിത്വാ പാദയോർദേവീ സന്ത്വയാമാസതം ഗിരാം അധോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദനാം. ദേവി പാദയോഹ പതിത്വ. ദേവി പരശുവിന്റെ കാലിൽ വീണിട്ട് സാന്ത്വയാമാസ തം, അവനെ സാന്ത്വനിപ്പിച്ചു. ഗിര വാക്കു. അപ്പ പാർവതി ഓടുവെന്ന് പരമേശ്വരന്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് സ്തോത്രങ്ങൾ ചെയ്ത് സ്തുതിച്ച് ശിവന്റെ കോപത്തെ ഒരുവിധം ശമിപ്പിച്ചു. പതിത്വാ പാദയോ ദേവി സാന്ത്വയാമാസതം ഗിരാം അധോ ജഗാമ വൈകുണ്ഠം. എന്നിട്ട് വൈകുണ്ഠത്തിരിക്കും. അപ്പം ബ്രഹ്മാവിനൊക്കെ കോപം കിട്ടി, ശിവനൊക്കെ കോപം കിട്ടി. കാരണം ശിവനെ ഒരാളെ സ്തുതിച്ചില്ല, നമസ്കരിച്ചില്ല. മറ്റേയാളെ സ്തുതിച്ച് നമസ്കരിച്ചു. ഇല്ലാതെ മാത്രമല്ല, ചെന്ന സന്തോഷവും അയാൾ ആലിംഗനം ചെയ്യാൻ ഓടി വന്നപ്പോൾ ക്ഷുഭിതരായ അയാളെ മാറ്റും. ഈ അവസ്ഥ കാണുമ്പോൾ
സത്വഗുണം അധികമുള്ളവനാണെങ്കിൽ അപ്പോൾ സാരമില്ല, കോപിക്കാതിരിക്കും. ഇതെല്ലാം പെട്ടെന്ന് കോപിച്ചു. ഇവിടെയും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അഥോ ജഗാമ, അനന്തരം പോയി വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന, വൈകുണ്ഠത്തിലേക്ക് പോയി. എവിടെയാണോ സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്നത് അവിടേക്ക് പോയി. പതിത്വാ പാതയോ ദേവി ഫന്ദയാമാഫതം ഗിരാം അഥോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന. പതിത്വാ പാതയോ ദേവി ഫന്ദയാമാഫതം ഗിരാം അഥോ ജഗാമ വൈകുണ്ഠം യത്ര ദേവോ ജനാർദ്ദന. ശയാനം ശ്രിയ ഉത്സംഗേ പദാം വക്ഷഫ്യതാടയൻ തത ഉദ്ധായ ഭഗവൻ ഫലക്ഷ്മ്യാ ഫതം ഗതി. ശയാനം, അവിടെ ചെന്നപ്പോൾ കിടക്കുകയാണ് വൈകുണ്ഠം. ഉത്സംഗേ ശ്രീയ, മടിയിൽ ആരുമുണ്ട്? ലക്ഷ്മി ദേവിയുണ്ട്. അപ്പൊ ലക്ഷ്മി ദേവിയുടെ മടിത്തട്ടിൽ തലചായ്ച്ച് കിടന്നുറങ്ങുന്ന ഭഗവാൻ ശ്രീയ ഉത്സംഗേ, ലക്ഷ്മിയുടെ മാറിടത്തിൽ, ഉത്സംഗത്തിൽ മടിത്തട്ടിൽ ശയാനം കിടക്കുന്നവനായ ലക്ഷ്മി ദേവി ഇരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ മടിയിൽ ഭഗവാന്റെ ശിരഫ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മി ദേവിയുമായി ചിരിച്ച് കളിച്ച് രസിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. പദാവക്ഷഫ്യതാടയത്, അത് കണ്ടതോടെ ഓടിച്ചെന്ന് തന്റെ കാലുകൊണ്ട് മഹാവിഷ്ണുവിന്റെ മാറിടത്തിൽ ഒരു ചവിട്ട് കൊടുത്തു. തത ഉദ്ധായ വക്ഷഫി അതാടയത്, മാറിടത്തിൽ അടിച്ചു എന്നാണ്. കൈകൊണ്ടല്ല, പദ അതാടയത്, കാലുകൊണ്ട് അടിക്കുന്നതിനാണ് നമ്മൾ മലയാളത്തിൽ അവൾ തൊഴിക്കാന്ന് പറയുന്നതിന്. ആ വാക്ക് സംസ്കൃതത്തിൽ ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞുള്ളൂ. പദ അതാടയത്, കാലുകൊണ്ട് ഇങ്ങനെ മലന്ന് കിടക്കല്ലേ. കയറി വന്നപ്പോൾ ലക്ഷ്മിയുടെ മാറിലാണ് മലന്ന് കിടക്കുന്നത്. ആ മാറിൽ തന്റെ കാല് വെച്ച് ഒറ്റ ചവിട്ട് വെച്ചു. തഥ ഉദ്ധായ ഭഗവാൻ, അപ്പ ഭഗവാൻ ചാടി എന്നിട്ട് ലക്ഷ്മിയാഫഹ, ലക്ഷ്മിയോടൊപ്പം സതം ഗതി, സജ്ജനങ്ങൾക്ക് ഗതി കൊടുക്കുന്നവനായ ഭഗവാൻ. സത്തുക്കളൊക്കെ അവിടേക്കാണ് വന്നു ചേരുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ലക്ഷ്മിജിയോടുകൂടി അവിടുന്ന് എഴുന്നേറ്റു. ശയാനം ശ്രിയ ഉത്സംഗേ പദാക്ഷഫ്യതാടയൻ തത ഉദ്ധായ ഭഗവാൻ ഫലക്ഷ്മിയാ സതം ഗതി. ശയാനം ശ്രിയ ഉത്സംഗേ പദാക്ഷഫ്യതാടയൻ തത ഉദ്ധായ ഭഗവാൻ ഫലക്ഷ്മിയാ സതം ഗതി. സ്വതത്പാദപരുഹ്യാഥ നാമശിരഫാമുനിം ആഗതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദത്ര ആഫനേക്ഷണം അജാനതാം ആഗതാൻ വക്ഷന്തു വർദ്ധന പ്രഭോ. സ്വതൽപാദ് അവരുഹ്യ അഥ അനന്തരം സ്വന്തം കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ട്, സ്വതൽപാദ് സ്വന്തം തൽപ്പത്തിൽ നിന്നും അവരുഹ്യ ഇറങ്ങിയിട്ട് ശിരഫ മുനി നമാമ, ശിരഫ് കൊണ്ട് മഹർഷിയെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, തേ സ്വാഗതം ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ അങ്ങേക്ക് സ്വാഗതം. നിഷീദ അത്ര ആസനേക്ഷണം, അത്ര ആസനേക്ഷണം നിഷീദ, ഈ ആസനത്തിൽ അല്പസമയം ഇരിക്കൂ. നിഷീദ അത്ര ആസനേക്ഷണം, ഒരു പീഠം എടുത്തു കൊടുത്തിട്ട് അല്പസമയം ആ പീഠത്തിൽ ഇരിക്കൂ. അജാനതാം അറിയാതെ, ആഗതൻവ വന്നു ചേർന്ന നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഉപചരിക്കുന്നത്. ക്ഷന്തു അർഹതന പ്രഭോ, ഹേ പ്രഭോ ഞങ്ങളോട് ക്ഷമ കാണിക്കണമേ. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ അയാളെ കാണാതിരിക്കുന്നത് മര്യാദയല്ല. ഞാനാണ് തെറ്റുകാരൻ. വീട്ടിലേക്ക് കയറി വന്നാൽ പെട്ടെന്ന് ലക്ഷ്മിയുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റെന്ന് വാദ്യാർഘ്യങ്ങൾ കൊണ്ട് മഹർഷിയെ പൂജിച്ച് ആദരിച്ച് പീഠത്തിലിരുത്തി ബഹുമാനിക്കേണ്ടതാണ്. ഇത് ഞാൻ ചെയ്തില്ല, ഇതെന്റെ അപരാധമാണ്. അറിയാതെ പോയത് കൊണ്ടാണ്. അങ്ങ് കയറി വന്ന് ഞാൻ കണ്ടില്ല, കാണാതെ ചെയ്ത അപരാധമാണ്, അത് ക്ഷമിക്കൂവെന്ന് നമസ്കരിച്ച് ശിരഫ് കൊണ്ട് ഈ മഹർഷിയെ നമസ്കരിക്കുക. തിരിച്ചാണ് എപ്പോഴും ചെയ്യാറുള്ളത്. മഹർഷിമാരൊക്കെ എത്തുന്ന ഭഗവാനെ വന്ദിക്കുക. ഇത് ഭഗവാൻ ഇദ്ദേഹത്തെ വർദ്ധിച്ചു. ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദത്രാഫനേക്ഷണം
അജാനതാമാഗതൻ വക്ഷന്തു പ്രഭോ, ഞങ്ങളോട് ഹേ പ്രഭു ക്ഷമിക്കണമേ എന്ന് അജാനതാം ആഗതാൻ, അറിയാതെ ആഗതന്മാരോട് കാണിച്ച് അവരർത്ഥം ക്ഷമിക്കണേന്ന് ആവശ്യപ്പെടുക. സ്വതൽപാദവരുഹ്യാഥനാമശിരഫാമുനിം ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദത്രാസനേക്ഷണം അജാനതാമാഗതൻ വക്ഷന്തു മർഹഥന പ്രഭോ. സ്വതൽപാദവരുഹ്യാഥനാമശിരഫാമുനിം ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീദത്രാസനേക്ഷണം അജാനതാമാഗതൻ വക്ഷന്തു അർഹഥന പ്രഭോ. അതീവ കോമളൗ തൗ കോമളൗ താത ചരണൗ തേ മഹാമനേ ഇത്യുക്ത്വാ വിപ്രചരണൗ മർദ്ദയൻ സ്വേന പാണിനാം. അതീവ കോമളൗ താത എന്ന് സംബോധന ചെയ്താണ്. ഹേ താത എന്ന് വാത്സല്യപൂർവ്വം മഹർഷിയെ വിളിച്ചതാണ്. അതീവ കോമളൗ ചരണൗ തേ, അങ്ങയുടെ കാലുകൾ എത്ര കോമളങ്ങളാണ്. ഇത്യുക്ത്വ എന്ന് പറഞ്ഞിട്ട് വിപ്രചരണവും, ആ ഭൃഗു മഹർഷിയുടെ കാലുകൾ രണ്ടും സ്വേന പാണിന മർദ്ദയൻ, സ്വന്തം കൈകൊണ്ട് തിരുമ്മി കൊടുത്തു. കാരണം എന്താണ്? എന്റെ മാറിടത്തിൽ ചവിട്ടിയപ്പോൾ നല്ല വേദന ഉണ്ടായി. കാരണം അവിടെ രത്നക്കല്ലുകളും പതിച്ച മാലകള്, കൗസ്തുഭം, ഇതൊക്കെ മാറുകളുണ്ട്. കൂർത്തതാണ്. ദേഷ്യപ്പെട്ട ഒറ്റ ചവിട്ട് കൊടുത്താൽ കിഴിഞ്ഞിറങ്ങി പോകേണ്ടതാണ്. ഇതെന്ത് പറ്റിയില്ല, ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും കാല് വേദനിച്ചു കാണും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ കാലിങ്ങനെ പതുക്കെ തൂത്ത് തിരുമ്മി കൊടുത്തിട്ട് പറഞ്ഞു, ക്ഷമിക്കൂ, എത്ര കോമളമാണ് അങ്ങയുടെ കാല്, അത് എന്റെ മാറിൽ ചവിട്ടിയിട്ട് വേദനിച്ചുവല്ലോ. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനീം ഇത്യുക്ത്വാ വിപ്രചരണൗ മർദ്ദയൻ സ്വേനപാണിനാം. അതീവ കോമളൗ താത ചരണൗ തേ മഹാമുനീ ഇത്യുക്ത്വാ വിപ്രചരണൗ മർദ്ദയൻ സ്വേനപാണിനാം. ലോകം മാം ലോകവാലാംശ മദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനം തീർത്ഥകാരിണാം. പുനീഹി, ശുദ്ധീകരിക്കൂ, ഫഹലോകം മാം, ലോകത്തോടൊപ്പം എന്നെ ശുദ്ധീകരിക്കൂ, ലോകപാലാംശ, ലോകപാലന്മാരെയും, മദ്ഗതാൻ പാദോദകേന, എന്നിൽ നിന്നും ഉണ്ടായ ഈ പാദോദകം കൊണ്ട്, ഭവതഃ തീർത്ഥാനം തീർത്ഥകാരിണാം, തീർത്ഥങ്ങളെ തീർത്ഥമാക്കുന്ന അങ്ങയുടെ കാല് കഴുകിയ ഈ വെള്ളം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കൂ, ലോകപാലന്മാരെയും ശുദ്ധീകരിക്കൂ. അപ്പോൾ ഭഗവാന്റെ കാലിൽ നിന്നുമാണ് ഗംഗ ഒഴുകുന്നത്, അതാണ് തീർത്ഥം. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കേണ്ടതാണ്. ഇവിടെ ഭൃഗുമഹർഷിയുടെ കാല് കഴുകിയിട്ട് ആ വെള്ളം ശിരഫിൽ ധരിച്ചിട്ട് പറഞ്ഞു, ഈ പാദോദകം എന്നെ മാത്രമല്ല ലോകപാലന്മാരെ പോലും ശുദ്ധമാക്കുന്നതാണ്. ഫഹലോകം മാം, ലോകത്തോടൊപ്പം എന്നെയും, ലോകപാലാംശ, ലോകപാലന്മാരെയും, മദ്ഗതാൻ പാദോദകേന, എന്നിൽ നിന്നും ഉണ്ടായ ഈ പാദോദകം കൊണ്ട്, കാല് കഴുകിയ വെള്ളം കൊണ്ട്, ഭവതഃ അങ്ങയുടെ ഈ പാദോദക വെള്ളം കൊണ്ട് പുനീഹി, ശുദ്ധീകരിക്കും. അതെന്താണ്? തീർത്ഥാനം തീർത്ഥകാരിണാം, തീർത്ഥങ്ങളുടെയൊക്കെ തീർത്ഥത്തെ ചെയ്യുന്നവനാണ്. തീർത്ഥത്തിന് പരിശുദ്ധി എന്നർത്ഥം. അപ്പൊ തീർത്ഥങ്ങളുടെ തീർത്ഥശുദ്ധിയെ ചെയ്യുന്ന അങ്ങയുടെ പാദോദകം കൊണ്ട് ഈ ലോകത്തെയും ലോകപാലന്മാരെയും എന്നെയും ശുദ്ധമാക്കൂ എന്ന് അങ്ങ് ആവശ്യപ്പെട്ടു. പുനീഹ് സഹലോകം മാം ലോകപാലാംശ മദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനം തീർത്ഥകാരിണാം. പുനീഹ് സഹലോകം മാം ലോകപാലാംശ മദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനം തീർത്ഥകാരിണാം. അദ്യാഹം ഭഗവൻ ലക്ഷ്മ്യാം ആഫമേകാന്തഭാജനം വത്സത്യുരഫിമേ ഭൂതൻ ഭവത്പാദഹതം തഥാം. അദ്യ, ഇപ്പോൾ, അഹം, ഞാൻ, ഹേ ഭഗവൻ,
ലക്ഷ്മിയുടെ ഏകാന്തഭാജനം. ആഫം ഏകാന്തഭാജനം, ലക്ഷ്മിയുടെ ഏകാന്തഭാജനമായി ഭവിച്ചു. ഇപ്പോൾ ഞാൻ ലക്ഷ്മി ദേവിക്ക് ഏകാന്തമായ ഒരു പാത്രമായി ഞാൻ ഭവിച്ചു. അദ്യ അഹം ഭഗവൻ ലക്ഷ്മിയ ആഫം ഏകാന്തഭാജനം വത്സതി ഉരഫി മേ ഭൂതി. വത്സ്യതി വഫിക്കും ഭാവികാലമാണ്. മേ ഉരഫി എന്റെ ഉരഫി, ഭൂതിഹി ഭവത് പാദഹത അംഹഫ അങ്ങയുടെ പാദത്താൽ അംഹഫിനെ ഹനിക്കപ്പെട്ടവനായ എന്റെ മാറിൽ ഇനി മുതൽ ലക്ഷ്മി ദേവി വസിക്കുക തന്നെ ചെയ്യും. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്റെ മാറിടത്തിൽ ലക്ഷ്മിയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകും. അങ്ങയുടെ പാദം എന്റെ നെഞ്ചിൽ പതിഞ്ഞപ്പോൾ എനിക്ക് ഐശ്വര്യം ഉണ്ടായി. അതുവരെ ലക്ഷ്മി ദേവി വന്നുപോയിരിക്കുന്നവളാണ്. നോക്കൂ, ഞാൻ ലക്ഷ്മിയുടെ മടിയിലാണ് കിടന്നത്. ഇനി മുതൽ ലക്ഷ്മി എന്റെ മാറിൽ തന്നെ ഉണ്ടാകും. വത്സ്യതി ഉരഫി മേ ഭൂതിഹി ഭവേത്, ഭൂതി ഐശ്വര്യം. ഭവത് പാദഹത അംഹഫ അങ്ങയുടെ പാദത്താൽ ഹനിക്കപ്പെട്ട പാപത്തോടു കൂടിയ, പാദം കൊണ്ട് ഹതമായ അംഹഫ് പാപം. അങ്ങയുടെ പാദം കൊണ്ട് അംഹഫുകൾ ഹതമായി എല്ലാ പാപങ്ങളും തീർന്ന് എന്റെ മാറിടം ഏറ്റവും വലിയ ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായി ഇനി മുതൽ മാറുക തന്നെ ചെയ്യും. ഇപ്പോൾ ലക്ഷ്മി എന്നെ ഉപേക്ഷിച്ച് ഇനി എന്ത് ചെയ്യില്ല, മറ്റെങ്ങും പോയില്ല. കാരണം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് പാപത്തെ നശിച്ചു. ലേശം പോലും പാപം ഇല്ലാത്തവനായി തീർന്നു ഞാൻ. എന്റെ മാറിടത്തിൽ ലേശം പാപം ഉണ്ടായത് കൊണ്ടാണ് ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിട്ടുപോയിക്കൊണ്ടിരുന്നത്. ഇനി അതുണ്ടാവില്ല. ഇനി ലക്ഷ്മി സ്ഥിരമായും എന്നിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതാണ് ബ്രാഹ്മണ മാഹാത്മ്യം കാണിക്കുക. ക്ഷമയുടെയും അഹിംസയുടെയും അതുപോലെ ധർമ്മത്തിന്റെയും സ്വരൂപത്തെ ഭഗവാൻ വിശദമായി കാണിക്കുക. ഇതാണ് ക്ഷമ, ഐശ്വര്യം, അഹിംസ, ധർമ്മം. ഏത് പ്രതികൂലാവസ്ഥയിൽ പോലും ഉള്ളിലുണ്ടാകുന്ന ഈ സദ്ഗുണങ്ങളെ ആരുപേക്ഷിക്കാതിരിക്കുന്നുവോ അവനാണ് ധീരൻ, അവനാണ് മഹാൻ. മറ്റൊരിടത്ത് പറ്റിയില്ല, ഇവിടെ ഇത് പറ്റി. ഇവിടെ വേണമെങ്കിൽ നെഞ്ചിൽ ചവിട്ട വേദന കൊണ്ട് ചാടി എഴുന്നിട്ട് എന്ത് ചെയ്യാം, ഗത കൊണ്ടൊരു അടി കൊടുക്കാം, ചക്രം കൊണ്ട് അയാളുടെ കഴുത്ത് ഛേദിച്ചു കളയാം, ക്ഷുഭിതനായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. അപ്പൊ കോപിക്കാനുള്ള അവസരം ഏറെ ഉണ്ടായിട്ടും ആരാണോ വികാരപ്പെടാതിരിക്കുന്നത് അവനല്ലേ മഹാൻ. ഇവിടെ ഭഗവാൻ അതാണ് ക്ഷമയുടെ ഒരു പര്യായപദമായി, അതേപോലെ അഹിംസയുടെ പര്യായപദമായി, അതേപോലെ ധർമ്മത്തിന്റെ പര്യായമായി. ഇതൊക്കെ ഭഗവാൻ ഇവിടെ തന്റെ സ്വരൂപത്തിൽ കൂടി പ്രകടമാക്കി കാണിച്ചു. ഇതാണ് സത്വഗുണത്തിന്റെ ഉത്കൃഷ്ടത. ഇത് മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കോപിക്കാൻ അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും ക്ഷമയോടെ കോപിക്കാതിരിക്കുക, മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, തങ്ങളുടെ ധർമ്മത്തെ നിലനിർത്തുക. ഇത് മൂന്നും വിഷ്ണു പ്രകടിപ്പിച്ച് കാണിച്ചു എന്നുള്ളതുകൊണ്ട് ഇതാണ് മഹാൻ. ഒരാളെ മഹാൻ എന്ന് വിളിക്കണമെങ്കിൽ ഈ ഗുണം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകുന്നവരെ ഇയാൾ മഹാനാണെന്ന് പറയാൻ പറ്റില്ല. അത്യാഹം ഭഗവൻ ലക്ഷ്മിയ ആസമേകാന്തഭാജനം വത്സത്യുരശ്മേ ഭൂത ഭവത്പാദഹതം ഭവ. അദ്യാഹം ഭഗവൻ ലക്ഷ്മിയ ആസമേകാന്തഭാജനം വത്സ്യത്യുരശ്മേ ഭൂത ഭവത്പാദഹതം ഭവ. അദ്യാഹം ഭഗവൻ ലക്ഷ്മിയ ആസമേകാന്തഭാജനം വത്സ്യത്യുരശ്മേ ഭൂത ഭവത്പാദഹതം ഭവ. ശ്രീശുഭ. ഈ കഥ ഇതിൽ കഥ അവതരിപ്പിച്ചാണ്. 3 പേരിൽ ആർക്കാണ് ശ്രേഷ്ഠത, മഹത്വം എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഭൃഗു വിജയശ്രീരാജനായി. ഏവം ഭൃഗാണേ വൈകുണ്ഠേ ഭൃഗു തന്മന്ത്രയാഗിരാം നിർവിതസ്തൂഷ്ണിം ഭക്തുൽക്കണ്ഠശ്രുലോചനാം. ഏവം വൈകുണ്ഠേ ബ്രുവാണി, ഇങ്ങനെ വൈകുണ്ഠൻ പറയവേ ഭൃഗു
തത് മന്ത്രയാ ഗിര. ഭൃഗു മഹർഷി അവന്റെ മന്ത്രമായ സാന്ദ്രമായ വാക്കുകൊണ്ട്, തൻ മന്ത്രയാ സാന്ദ്രമായ വാക്കുകൊണ്ട് അവന്റെ സാന്ദ്രമായ വാക്കുകൊണ്ട് നിർവൃത നിർവൃതി അടഞ്ഞവനായി, ആനന്ദം അനുഭവിച്ചവനായി, തർപ്പിത സന്തോഷിപ്പിക്കപ്പെട്ടവനുമായ ആ ഭൃഗു തൂഷ്ണീം തലകുനിഞ്ഞ് താഴേക്ക് നോക്കി മിണ്ടാതെ ഭക്തി ഉത്കണ്ഠോ അശ്രുലോചന, ഭക്തി കൊണ്ട് ഭഗവാനുള്ള ഭക്തി കൊണ്ട് ഉത്കണ്ഠയുണ്ടായി കണ്ണുനീര് താഴേക്ക് ഒഴിഞ്ഞു വീണവനായി. അപ്പൊ തന്നെ ഭൃഗുവിന്റെ പരീക്ഷ വിജയിച്ചു എന്ന് ഇവിടെ ശ്രീശുകൻ സ്പഷ്ടമാക്കാം. വൈകുണ്ഠേ ഏവം ബ്രുവാണി ഫതി, വൈകുണ്ഠൻ ഇങ്ങനെ പറയവേ തത് മന്ത്രിയ ഗിര, ആ മന്ത്രമായ വാക്കുകൊണ്ട് ഭൃഗുഹു ഇത്ര സാന്ദ്രമായ വാക്ക് കേട്ടാൽ ആർക്കാണ് ആനന്ദം ഉണ്ടാവാത്ത? കോപം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ആനന്ദം ഉണ്ടാവുകയും ചെയ്തു. ആ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ടവനായി അല്പസമയം മറുപടി പറയാനാവാതെ തൂഷ്ണിയായിട്ട് നിലത്ത് നോക്കി നിന്നു. ഭഗവാനുള്ള ഭക്തിയുടെ അതിരേകം കൊണ്ട് കണ്ണിൽ കൂടി കണ്ണുനീര് കുടുകൂടെ വീണുകൊണ്ട് ഭൃഗു മിണ്ടാതെ നിന്നോടെ. ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാഗിരാം നിർവിതസ്തർപ്പിതസ്തൂഷ്ണിം ഭക്തി ഉത്കണ്ഠശ്രുലോചനാം. ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുസ്തന്മന്ത്രയാഗിരാം നിർവൃതസ്തർപ്പിതസ്തൂഷ്ണിം ഭക്തി ഉത്കണ്ഠശ്രുലോചനാം. പുനശ്ച സത്രമാവ്രജ്യ മുനീനാം ബ്രഹ്മവാദിനാം സ്വാനുഭൂതമശേഷേണ രാജൻ അവർണയത്. പുനശ്ച വീണ്ടും സത്രം ആവർജ്യ, സത്രത്തിലേക്ക് എത്തി, ആവർജ്യ പ്രാപിച്ചിട്ട് ബ്രഹ്മവാദിന മുനീനാം ബ്രഹ്മവാദികളായ മുനിമാരുടെ മുമ്പിൽ വെച്ച് സ്വാനുഭൂതം താൻ അനുഭവിച്ചത് അശേഷേണ മുഴുവനും രാജൻ, ഹേ രാജാവേ, ഭൃഗു അവർണയത്, ഭൃഗു വർണ്ണിച്ചു കേട്ടു. ബ്രഹ്മാവിന്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം, ശിവന്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം, വിഷ്ണുവിന്റെ അടുത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം, ഇത് മൂന്നും ഈ ഭൃഗു ബ്രഹ്മവാദികളായ മഹർഷിമാരുടെ മുമ്പിൽ വെച്ച് മുഴുവനും വിസ്തരിച്ചു പറഞ്ഞു പറ്റൂ. പുനശ്ച പത്രമാവൃജ്യ മുനീനാം ബ്രഹ്മവാദിനാം സ്വാനുഭൂതം അശേഷേണ രാജൻ ഭൃഗുരവർണയത്. പുനശ്ച പത്രമാവൃജ്യ മുനീനാം ബ്രഹ്മവാദിനാം സ്വാനുഭൂതമശേഷേണ രാജൻ ഭൃഗുരവർണയത്. തന്നിശമ്യാഥ മുനയോ വിസ്മിതാ മുക്ത സംശയാ ഭൂയാം സംശ്രദ്ധുർവിഷ്ണും യതോ ഭയം. തത് നിശമ്യ അഥ, അത് കേട്ടിട്ട് മുനേഹ, ആ മുനിവാർ വിസ്മിത അത്ഭുതപ്പെട്ടു. മുക്ത സംശയ, സംശയമില്ലത്. സംശയം ഉണ്ടായി വാദപ്രതിവാദം മൂർച്ഛിച്ചപ്പോഴാണ് ഭൃഗുവിനെ പറഞ്ഞത്. അതെല്ലാം മാറി, സംശയങ്ങളെല്ലാം തീർന്നു. ഭൂയാം സംശ്രദ്ധുർ വിഷ്ണു, വിഷ്ണുവിനെ കൂടുതൽ വിശ്വാസം ഉണ്ടായി. ശ്രദ്ധ ശ്രദ്ധിച്ചു എന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ശ്രദ്ധയ്ക്ക് വിശ്വാസം ഉണ്ടാകും. യഥ ശാന്തിർ യഥോ ഭയം, യഥ യാതൊരാളിൽ നിന്നാണോ ശാന്തി ഉണ്ടാകുക, യഥ യാതൊരാളിൽ നിന്നാണോ അഭയം ഉണ്ടാകുക. ശാന്തിയും അഭയവും യാതൊരാളിൽ നിന്നാണോ ഉണ്ടാകുന്നത്, അത് ആ വിഷ്ണുവിനെ കൂടുതൽ ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾ മുനിമാർക്ക് അപ്പോൾ ഉണ്ടായി. തന്നിശമ്യാഥ മുനയോ വിസ്മിതാ മുക്ത സംശയാഹം ഭൂയാം സംശ്രദ്ധുർ വിഷ്ണു യതോ ഭയം. തന്നിശമ്യാഥ മുനയോ വിസ്മിതാ മുക്ത സംശയാ ഭൂയാം സംശ്രദ്ധുർ വിഷ്ണു യതോ ഭയം. ധർമ്മ സാക്ഷാദ്യതോ ജ്ഞാനം വൈരാഗ്യം ച തദന്വിതം ഐശ്വര്യം ചഷ്ടധായസ്മാൻ യശശ്ചാത്മമലാപഹം. ധർമ്മ സാക്ഷാദ്യത, യഥ യാതൊരുവനിൽ നിന്നാണോ ധർമ്മവും ജ്ഞാനവും വൈരാഗ്യവും
തദന്യുതം ഐശ്വര്യം, അതിനോട് കൂടിച്ചേർന്ന ഐശ്വര്യവും അഷ്ട ഐശ്വര്യങ്ങളും യസ്മാത് യശശ്ച അമലാഭ, ആരിൽ നിന്നാണോ അമലമായ യശസ്സും ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഭഗവാൻ എന്ന് വിളിക്കാൻ യോഗ്യത. യാതൊരുവിൽ നിന്നാണോ ധർമ്മം ഉണ്ടാകുന്നത്, യാതൊരുവിൽ നിന്നാണോ ജ്ഞാനം ഉണ്ടാകുന്നത്, യാതൊരുവിൽ നിന്നാണോ വിഷയവൈരാഗ്യവും അണിമാദികളായ എട്ട ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശ്രവണവും പാരായണവും കൊണ്ട് അന്ധക്കരണം ആർക്കാണോ നിർമ്മലമാക്കുന്നത് അവന് കീർത്തി ഉണ്ടാകുന്നു. അപ്രകാരമുള്ള വിഷ്ണു തന്നെയാണ് മഹാൻ എന്ന് മുനിമാർ തീരുമാനിച്ചു. യഥോ ധർമ്മം, യാതൊരിൽ നിന്നാണോ ധർമ്മം ഉണ്ടാകുന്നത്, സാക്ഷാത് ജ്ഞാനം, സാക്ഷാത്തായ ജ്ഞാനം ഉണ്ടാകുന്നത്, വൈരാഗ്യം ഉണ്ടാകുക, ഐശ്വര്യം ഉണ്ടാകുക. ഐശ്വര്യം 8 തരത്തിലുള്ള ഐശ്വര്യം, അണിമാദികളായ ഐശ്വര്യം. യശസ് ഉണ്ടാകുക, അമലത്തെ, മാലിന്യങ്ങളെ, അപഹം ഇല്ലാതാക്കുക. ഇതൊക്കെ തന്നെയാണ് നാരായണീയത്തിനും ഭഗവാന്റെ മഹാത്മ്യം പറയുമ്പോൾ ഭഗവത് ശബ്ദത്തെ ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, വിശ്വതേജോഹരാണം തേജസ്വഭാരി വീര്യം, വിമലമവിയശോ നസ്പൃഹേഷ്ടോപഗീതം, അംഗാഫുംഗ സദാശ്രീ അഖിലവിദഫി നക്വാപിതേ ഭഗവാൻ എന്ന് ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയോഫി എന്ന ഭഗവാന്റെ മുഖ്യ ആശ്രയങ്ങൾക്ക് കാരണമായി പറയുന്നത് ഈ വക ഗുണങ്ങൾ കാണാവിടെയും അതിനാലിടെയും എന്താണ് ധർമ്മം, യശസ്, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, ഇതൊക്കെ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവനാണ് മഹാൻ, അവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ എന്ന വാക്കിന് അർഹതയുള്ളവൻ വിഷ്ണു ഭഗവാൻ തന്നെയെന്ന് കർഷകർ നിശ്ചയിച്ചു. ധർമ്മ സാക്ഷാദ്യതോ ജ്ഞാനം വൈരാഗ്യം ചതന്വിതം ഐശ്വര്യം ച അഷ്ടധായസ്മാൻ യശശ്ചാമലാപഹം. ധർമ്മ സാക്ഷാദ്യതോ ജ്ഞാനം വൈരാഗ്യം ചതന്വിതം ഐശ്വര്യം ച അഷ്ടധായസ്മാൻ യശശ്ചാമലാപഹം. മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതിം. ന്യസ്തദണ്ഡാനാം മുനീനാം, ദണ്ഡത്തെ നഫിച്ചവരായ മുനിമാർക്ക്, രാഗലോഭാദികളായ ചിത്തവൃത്തികളാണ് ഇവിടെ ദണ്ഡം, വടിയല്ല അർത്ഥം. ഒന്നാണ് ദണ്ഡാനാം ബഹുവചനം പ്രയോഗിച്ചത്. ന്യസ്തദണ്ഡങ്ങൾ രാഗദോഷാദികളായ ലോഭാദികളായ ചിത്തവൃത്തികളെയൊക്കെ മനസ്സിൽ നിന്ന് നിശേഷമായും ന്യസിച്ച മുനിമാരുടെ, ശാന്താനം സമചേതസ, ശാന്തന്മാരും സമചേതസന്മാരുമായ മുനിമാരുടെ, അകിഞ്ചനാനാം സാധുവിനാണ്, ഒന്നിനെയും ആഗ്രഹിക്കാത്തവരാണ്, അകിഞ്ചനന്മാരാണ്, സാധുവിനാം സജ്ജനങ്ങളെ അനുഗ്രഹിക്കുന്നവരുമായ മുനിമാരുടെ ഉത്കൃഷ്ടമായ പരമാം ഗതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നത് യം യാതൊരുവനാണെന്ന് ആഹുഹു പറയപ്പെടുന്നു. യമാഹു പരമം ഗതി. രാഗലോഭാദികളൊക്കെ നിശേഷമായും ഉപേക്ഷിച്ച് എങ്ങും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഒരു വിഷയങ്ങളെയും സ്വീകരിക്കാതെ സംസാരത്തിൽ കിടന്നലയുന്നവരെ അതിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുന്നതിന് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുനിമാരുടെ പരമപ്രാപ്യസ്ഥാനമായ യാതൊരു സ്ഥാനമാണോ വേദത്തെ ഉദ്ഘോഷിക്കുന്നത് ആ ഭഗവാന്റെ മഹാത്മ്യം ഏറിയവരാണ് എന്ന് ഈ മുനിമാർ തിരിച്ചറിഞ്ഞു. മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസ അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതി. മുനീനാം ന്യസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതി. സത്വം യസ്യ പരാമൂർത്തം ബ്രാഹ്മണാസ്തുഷ്ടദേവതാഃ ഭജന്ത്യനാശിഷ ശാന്താ യവ്വാ നിപുണബുദ്ധയാ. സത്വം യസ്യ പ്രിയാമൂർത്തി, യസ്യ യാതൊരു ഭഗവാന്റെ
ഇഷ്ടപ്പെട്ട മൂർത്തി സത്വമാണ്. മൂർത്തിച്ച ശരീരം. ബ്രാഹ്മണാഹത്തു ഇഷ്ടദേവത. ആ ഭഗവാന്റെ ഇഷ്ടദേവതകൾ ബ്രാഹ്മണരാണ്. ഭജന്തി അനാശിഷ. ഭജന്തി ഭജിക്കുന്നുവോ, അനാശിഷ ആശയില്ലാത്തവരായിട്ട്, ശാന്ത ശാന്തന്മാരായിട്ട്, എം വാ നിപുണബുദ്ധേയ യാതൊരുവനെ ഭജിക്കുന്നോ, നിപുണബുദ്ധികൾ കുശലമതികൾ സമർത്ഥമായ ബുദ്ധിയുള്ളവർ അവർ എം വാ ഭജന്തി ആരെയാണോ ഭജിക്കുന്നത് എന്ന് മുനിമാർ എല്ലാവരും കൂടി തീരുമാനിച്ചു. ശുദ്ധമായ സത്വഗുണം, രജസിന്റെയും തമസിന്റെയും ലേശം പോലും ബാധിക്കാത്ത സത്വഗുണം, അത് ആരാണോ ധരിച്ചിരിക്കുന്നത്, ഇതാണ് എൻ്റെ ശരീരം എന്ന് ഉറപ്പിച്ച് തൻ്റെ ഇഷ്ടപ്പെട്ട മൂർത്തിയായി സത്വഗുണത്തെ സ്വീകരിച്ചിരിക്കുന്നത് യാതൊരു ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഇഷ്ടദേവതകൾ ബ്രാഹ്മണരാണ്, അവരെ ഭജിക്കുന്നത്. ഒന്നിനും ആശയില്ലാത്തവരായ, ശാന്തമെന്ന ഗുണത്തോടു കൂടിയവരായ വിവേകികൾ എല്ലാം വീക്ഷിച്ച് ആരെ ഭജിക്കുന്നുവോ അവനാണ് ഭജിക്കപ്പെടേണ്ടത് നിശ്ചയിച്ചു. സത്വം യപ്രിയാമൂർത്ത ബ്രാഹ്മണാസ്തുഷ്ടദേവത ഭജന്ത്യനാശിഷ ശാന്ത യപ്പാ നിഗുണബുദ്ധയ. സത്വം യപ്രിയാമൂർത്ത ബ്രാഹ്മണാസ്തുഷ്ടദേവത ഭജന്ത്യനാശിഷ ശാന്ത യമ്പാ നിഗുണബുദ്ധയ. ത്രിവിധാകൃതയസ്തഫ്യാം രാക്ഷസ ആസുരാസുരാ ഗുണിന്യാമായ സൃഷ്ടാ സത്വം തീർത്ഥസാധനം. ത്രിവിധാകൃതയ തഫ്യ. തഫ്യ അവന്റെ കൃതയ അവന്റെ കൃതികൾ, അവന്റെ കൃതികൾ, അവന്റെ പ്രവൃത്തികൾ, അവന്റെ ആകൃതികൾ. ത്രിവിധ ആകൃതയ തഫ്യ രാക്ഷസാഹ ആസുരാഹ സുരാഹ. അസുരന്മാര്, രാക്ഷസന്മാർ, സുരന്മാർ എന്ന് 3 വിധത്തിലുള്ള ആ ആകൃതികൾ അവന് സൃഷ്ടാഹ സൃഷ്ടികളായിട്ടുണ്ട്. തത് അവയിൽ വെച്ച് സത്വം തീർത്ഥസാധനം. സത്വമാണ് ശുദ്ധികരം. കാണപ്പെടുന്ന സകല മൂർത്തികളും ഭഗവാൻ തന്നെയാണ്. എല്ലാവരിലും ഭഗവാനുണ്ട്. രാക്ഷസന്മാരിലുണ്ട്, പിശാചുക്കളിലുണ്ട്, ദുഷ്ടന്മാരിലുണ്ട്, എല്ലാവരിലും. ഈ 3 വിധത്തിലുള്ള ശരീരത്തോടു കൂടിയാണ് എല്ലാവരിലും സ്ഥിതി ചെയ്യുന്നത്. തമോ ഗുണം മാത്രമുള്ള രാക്ഷസമൂർത്തികള്, രജോ ഗുണം മാത്രമുള്ള അസുരന്മാര്, സത്വഗുണപ്രധാനന്മാരായ ദേവന്മാർ, ഇങ്ങനെ 3 വിധത്തിലാണ് ഭഗവാന്റെ ശരീരം പ്രവർത്തിക്കുന്നത്. എന്നാൽ അവന്റെ ശക്തിയായ മായയിൽ നിന്നാണ് തമസും രജസും സത്വവും. അപ്രകാരമുള്ള മായ നിമിത്തമാണ് മൂർത്തികൾ ഉണ്ടാകുന്നത്. മായ കൊണ്ടാണ് ത്രിമൂർത്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവയിൽ വെച്ച് സത്വഗുണം തന്നെയാണ് പരമപ്രധാനം, ദേഹം തന്നെയാണ്, ഉറപ്പാണത്. ഇങ്ങനെ ഭജിക്കുന്നവരുടെ ഉള്ളിലുള്ള എല്ലാവിധ ആശങ്കകളും മാറ്റിയിട്ട് മോക്ഷത്തിന് പ്രതിബന്ധമായ പാപം കഴുകിക്കളഞ്ഞ് അവരെ പരിശുദ്ധരാക്കും. ഞങ്ങളുടെ ഉള്ളിലാലോ ഉണ്ടായിരുന്ന ആരാണ് മഹാൻ? അവിവേകം കൊണ്ടാണ്, ചിത്തമാലിന്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അത് ഞങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. അതിനെപ്പോലും കഴുകിക്കളഞ്ഞിട്ട് ഞങ്ങളെപ്പോലും പരിശുദ്ധരാക്കുന്ന ഭഗവാൻ. ത്രിവിധ ആകൃതയസ്തഫ്യ രാക്ഷസ ആസുരാസുരാ ഗുണിന്യമായ സൃഷ്ടാഹ സത്വം തീർത്ഥസാധനം. സത്വം തത്തീർത്ഥസാധനം. ത്രിവിധ ആകൃതയസ്തഫ്യ രാക്ഷസ ആസുരാസുരാ ഗുണിന്യമായ സൃഷ്ടാഹ സത്വം സത്വം തത്തീർത്ഥസാധനം. ശ്രീശുവാച. ശുഗൻ പറഞ്ഞു, ഏവം സാരസ്വതാവിപ്രാം സംശയതയെ പുരുഷവദം ഭോജസേവയാ തദ്ഗതികൃതാഃ. ഏവം ഇങ്ങനെ സാരസ്വതാഃ വിപ്രാ, സരസ്വതിയുടെ തീരത്തുള്ള ബ്രാഹ്മണർ. സാരസ്വതാഃ വിപ്രാ, സരസ്വതിയുടെ തീരത്തുള്ള ഈ ബ്രാഹ്മണരായ മഹർഷിമാർ
മനുഷ്യരുടെ സംശയത്തെ ഛേദിപ്പിക്കാനായി. മുക്തൈ എന്ന് വെച്ചാൽ അതിനെ മുറിച്ചുകളയുക, മാറ്റിക്കളയുക, ഇല്ലാതാക്കുക. അതിനുവേണ്ടി പുരുഷസ്യ പദാംഭോജ സേവയ, പരമപുരുഷനായ ഭഗവാന്റെ പദാംഭോജ സേവ കൊണ്ട് തദ്ഗതി ഭഗവത്ഗതി പ്രാപിച്ചു ആ മഹന്മാരില്ല. ഏവം സാരസ്വതാഭിപ്രാഹ സംശയതത്തെ പുരുഷസ്യ പദാംഭോജ സേവയാ തദ്ഗതി ഏവം സാരസ്വതാഭിപ്രാം സംശയതത്തെ പുരുഷസ്യ പദാംഭോജ സേവയാ തദ്ഗതി ഇത്യേതൻ മുനിതനയാസ്യ പത്മഗന്ധപീയൂഷം ഭവഭയപിത് പരസ്യവും ശ്ലോകം ശ്രമപുടൈ പിബത്യ ഭീഷ്മം പാന്ധോ അധ്വഭ്രമണപരിശ്രമം ജഹാതി. ഇതി ഏതത് മുനിതനയസ്യ പത്മഗന്ധപീയൂഷം, ഇങ്ങനെയുള്ള മുനിപുത്രന്റെ താമരയിലിരിക്കുന്ന ഇത് ഏതൻ മുനിതനയസ്യ പത്മഗന്ധ പീയൂഷം, താമര പോലെ ഇരിക്കുന്ന മുഖത്തിൽ നിന്നും പുറപ്പെട്ട അമൃതു പോലെയുള്ള ഇതി ഏതൻ മുനിതനയസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയഭിത്, സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നത് പരസ്യപുംസ പരമപുരുഷന്റെ ആ പീയൂഷത്തെ സുശ്ലോകം കീർത്തിക്കപ്പെടേണ്ടതായ ആ ഭഗവൻ മാഹാത്മ്യത്തെ ശ്രവണപുടേ പിബന്തി അഭീഷ്ണം, രണ്ട് ചെവികൾ കൊണ്ടും ആവോളും പാനം ചെയ്തു. വ്യാസമുനിയുടെ പുത്രനായ ശുകാചാര്യന്റെ മുഖപത്മത്തിൽ നിന്നും ഒഴുകിയ അമൃതമയമായ സംസാരഭീതി ഇല്ലാതാക്കുന്ന ആ കേൾക്കേണ്ടതായ പരമപുരുഷന്റെ ഈ ചരിത്രത്തെ ആദരവോടുകൂടി ആ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു എന്ന് സൂതൻ ശൗനകാദികളോട് പറയാം. ഇത്യേതൻ മുനിതനയസ്യ, ഇവിടെ മുനിതനയൻ ആരാണ്? ശ്രീശു. പത്മഗന്ധപീയൂഷം, താമരയുടെ മണമുള്ള അമൃത പോലെയുള്ള ആ വാക്കുകൾ അതെങ്ങനെയാണ്? ഭവഭയഭിത്, സംസാര ഭയത്തെ ഇല്ലാതാക്കുന്ന പരസ്യപുംസ പരംപുരുഷനായ അവന്റെ സുശ്ലോകം നന്നായി കീർത്തിക്കേണ്ട ശ്രവണപുടങ്ങളാൽ അഭീഷ്ണം പിബന്തി, ശ്രവണപുടങ്ങളാൽ വീണ്ടും വീണ്ടും പാനം ചെയ്യുന്ന പാന്ധോ വഴിയാത്രക്കാരൻ അധ്വഭ്രമണ പരിശ്രമം ജഹാദ്, വഴിയാത്രയുടെ ഖേദത്തെ ഇല്ലാതാക്കുന്നു. പാന്ധോ അധ്വഭ്രമണ പരിശ്രമം ജഹാദി, പാന്ധൻ വഴിയാത്രക്കാരൻ അധ്വഭ്രമണ പരിശ്രമം, വഴി കിടന്ന് അങ്ങോട്ടിങ്ങോട്ടും കറങ്ങിയ പരിശ്രമത്തെ ജഹാദി ഉപേക്ഷിക്കുന്നു. എന്താണ്? കേൾക്കേണ്ട പരമപുരുഷന്റെ ഈ സച്ചരിത്രം ആദരവോടെ എപ്പോഴും കേൾക്കുന്ന വഴിയാത്രക്കാരൻ വഴി നടന്നുണ്ടായ ക്ഷീണത്തെ തീരുവച്ചു. ഈ സംസാര ജീവിതമാകുന്ന വഴി നടന്നു പോകുന്ന നമ്മളൊക്കെ ഈ ഭഗവത് കഥകൾ വീണ്ടും 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 കേട്ടുകൊണ്ടിരുന്നാൽ ഈ വഴിയാത്രയുടെ ക്ഷീണം അറിയില്ല എന്ന് സൂതൻ ശൗനകാദികളോട് പറയാം. ഇത്യേതൻ മുനിതനയസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയഭിത് പരസ്യപുംസ സുശ്ലോകം ശ്രവണപുടൈ പിബത്യ ഭീഷ്മം പാന്ധോധ്വഭ്രമണ പരിശ്രമം ജഹാദി.
ഇത്യേതൻ മുനിതനയാഫ്യ ഇത്യേവം മുനിതനയാഫ്യ പത്മഗന്ധപീയൂഷം ഭവഭയഭിത്പരഫ്യപുംസ ഫുശ്ലോകം ശ്രവണപുടേ പിബത്യഭീഷ്ണം പാന്ധോദ്ഭ്രമണപരിശ്രമം ജഹാതി. ഇത്യേതൻ മുനിതനയാഫ്യ പത്മഗന്ധപീയൂഷം ഭവഭയഭിത്പരഫ്യപുംസ ഫുശ്ലോകം ശ്രവണപുടേ പിബത്യഭീഷ്ണം പാന്ധോദ്ഭ്രമണപരിശ്രമം ജഹാതി. ഇനി അടുത്ത ശ്ലോകം മുതല് ഈ സന്താനഗോപാലം എന്ന കഥ പറയുകയാണ്. ഏകദാ ദ്വാരവത്യാം എന്ന് പറഞ്ഞ കഥ ആരംഭിക്കാൻ അതോടെ ഈ അധ്യായം അവിടെ പൂർണ്ണമാകും. ആ കഥ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കാനുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ ഉപസംഹരിക്കാം. സാറേ, സംശയം ചോദിക്കാനല്ലേ, ഇത്തവണ തിരുപ്പതിക്ക് പോകുന്ന യാത്രയ്ക്ക് എനിക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറ്റി? ഞാൻ ഹസ്ബൻഡിന് ബ്രെയിനിന് ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞോ? വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞു. ഡേറ്റ് കഴിഞ്ഞു അല്ലേ? കാരണം 40 പേർക്കേ പറ്റുള്ളൂ. എന്തോ 40 പേർക്കേ പറ്റുള്ളൂ. സീറ്റ് അത്രേ ഉള്ളൂ. ഇനിയും വേറെ ബസ് വരണമെങ്കിൽ 40 പേരുടെ വേണം. അങ്ങനെ വരികയാണെങ്കിൽ അന്നേരം ആലോചിക്കാന്ന് പറഞ്ഞിരിക്കാറ്. ശരി സാർ. നമ്മള് തിരുപ്പതിക്ക് വെറുതെ പോകുന്ന പോലെ അല്ല, സ്വാമിയാർ മഠത്തിന് പോകുമ്പോ തീർത്ഥയാത്രയായിട്ട് വെറുതെ നമ്മളെങ്ങനെ പോയി വരുന്നില്ലല്ലോ. അല്ലാതെ യാത്ര പോകുമ്പം ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിപ്പോയി വന്നു. നമ്മളെന്നാ പൂന്താന ഇല്ലത്തൊക്കെ പോയപ്പോ അവിടുന്ന് ജ്ഞാനപ്പാന വായിപ്പോഴും ഭയങ്കര ഹൃദയസ്പർശിയായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് സീറ്റേ പറ്റിയതാണ്. ആദ്യം പറഞ്ഞിരുന്നു. ആദ്യം ചെന്ന 40 പേർക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നത്തെ യാത്ര. എന്താ സാറേ? ഇനി ആരിലും കൂടുതൽ ആള് വരികയാണെങ്കിൽ അടുത്ത മാസം പിന്നീട് ഒന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അന്നത്തെ യാത്രയിൽ നമ്മളെ പൂന്താന ഇല്ലത്ത് പോയത് അതെനിക്ക് ഒരിക്കലും എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭൂതിദായകമായ നമ്മൾ അവിടെ ഇരുന്ന് ആനപ്പാന വായിക്കുകയും നമ്മൾ പോകുമ്പോ ഇത് ഇല്ലമാണെന്ന് ഇങ്ങനെ കണ്ണ് കാണിച്ചു തന്ന് അങ്ങ് പോവുമല്ലേ ഉള്ളൂ. സംശയമില്ലെങ്കിൽ സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.